കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ആദ്യത്തെ അധ്യായമായ ഖിഡ്കി എന്ന ലഘുകഥയാണ് പരിചയപ്പെടുന്നത്. ഈ പാഠത്തിന്റെ ഓരോ ഭാഗവും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടുകൂടി ഈ വീഡിയോയിൽ പഠിപ്പിക്കുന്നു. എന്നാൽ ശരി, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഖിഡ്കി എന്ന വാക്കിന്റെ അർത്ഥം ജാലകമെന്നാണ്. ഹോഷിയാർപൂർ സെ ഷാദി ക ബുലാവ ആയാ ഥാ. ഹോഷിയാർപൂരിൽ നിന്ന് ഒരു വിവാഹക്ഷണം വന്നിരുന്നു. ട്രെയിൻ സെ ജാന തയ ഹുവ. ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ഥി. ഇസ്ലിയെ സോച്ച ചലോ ഇസ് ബാർ എസി കെ ബജായ് ജനറൽ കോച്ച് സെ സഫർ ക ആനന്ദ് ലിയാ ജായ്. ചെറിയ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിനാൽ ഈ പ്രാവശ്യം എസി കോച്ചിനു പകരം ജനറൽ കോച്ചിൽ യാത്ര ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. पहले बीवी बच्चे जनरल से जाने पर कुछ नाराज हुए, पर फिर थोड़ी नानुकुर के बाद मान गए. ആദ്യം ജനറൽ കോച്ചിൽ പോകുന്നതിനെതിരെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അല്പം വിഷമമുണ്ടായി. എന്നാൽ കുറച്ച് എതിർപ്പുകൾക്ക് ശേഷം അവർ സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ഡൽഹിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ യാത്രയുണ്ട്. സീറ്റ് ബുക്ക് ഥി തോ ജ്യാദാ പരേശാനി നഹി ഹുയി. സീറ്റ് ബുക്ക് ചെയ്തിരുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമുണ്ടായില്ല. ബച്ചോനെ ഝട്ട് ഖിഡ്കി വാലി സീറ്റ് ഝപട്ലി. കുട്ടികൾ പെട്ടെന്ന് തന്നെ ജനൽ സീറ്റുകൾ പിടിച്ചെടുത്തു. സാരാ സാമാൻ സെറ്റ് കർ മേ ഓർ പത്നി ബാത്തോമേ മഷ്ഗൂൽ ഹോ ഗയേ. എല്ലാ സാധനങ്ങളും ശരിയാക്കി വെച്ച ശേഷം ഞാനും ഭാര്യയും സംസാരത്തിൽ മുഴുകി. ദീദി, ജമ്മു കി ഷാൽ ലേലോ, ബഹുത് ബഡിയാ ഹെ. ചേച്ചി, ജമ്മുവിലെ ഷാൽ എടുക്കൂ, വളരെ നല്ലതാണ്. രംഗ് ബിരംഗി ഷാലോं का भाली गठर उठाए एक सावली सलोनी कजरारी आंखों वाली युवती पत्नी को इस्रार करने लगी. നിറപ്പകിട്ടാർന്ന ഷാളുകളുടെ വലിയൊരു കെട്ടുമായി വന്ന കറുത്തു സുന്ദരിയായ മനോഹരമായ കണ്ണുകളുള്ള ഒരു യുവതി ഭാര്യയോടത് വാങ്ങാൻ നിർബന്ധിക്കാൻ തുടങ്ങി. കിത്നെ കി ഹെ? ഇതിന് എത്ര രൂപയാണ്? 250 കി. 250 രൂപ. ഇത്നി മഹംഗി? ഇത്രയും വിലയോ? ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂംഗി. കൂടുതൽ എണ്ണം എടുക്കുകയാണെങ്കിൽ വില കുറച്ചു തരാം. മുझे ദുകാൻ ഖോൽനി ഹേ ക്യാ? എനിക്കെന്താ കട തുടങ്ങാനാണോ? ലേലോ നാ ബഹനോം ഓർ ഭാഭിയോം കെ ലിയേ. എടുക്കൂ ചേച്ചി, സഹോദരിമാർക്കും നാത്തോന്മാർക്കും കൊടുക്കാമല്ലോ. मैंने पत्नी को इशारा किया तो उसने आंखें तरेरकर मुझे चुप रहने का संकेत दिया. ഞാൻ ഭാര്യയെ ഒന്ന് ആംഗ്യം കാണിച്ചപ്പോൾ അവൾ എന്നെ കണ്ണുരുട്ടി മിണ്ടാതിരിക്കാൻ ആംഗ്യം കാട്ടി. അച്ഛാ, 5 പീസ് ലൂം തോ കിത്നെ കെ ദോഗി? ശരി, 5 എണ്ണ എടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് തരും? 200 രൂപയെ per പീസ് ലേലേണ ദീദി. ഒന്നിന് 200 രൂപ വെച്ചെടുത്തോളൂ ചേച്ചി. ന 100 രൂപയെ per പീസ്. ഇല്ല, ഒന്നിന് 100 രൂപ. ദീദി, 100 तो बहुत कम है. कहते हुए उसका गला रुंध गया और उसकी कजरारी आंखें भर आईं. ചേച്ചി, 100 രൂപ എന്നത് വളരെ കുറവാണ്. ഇതു പറയുമ്പോഴേക്കും അവളുടെ തൊണ്ട ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. ചെൽ, നാ തേരി നാ മേരി, 150 per പീസ്. ശരി, നിനക്കും വേണ്ട എനിക്കും വേണ്ട, ഒന്നിന് 150 രൂപ. അച്ഛാ ദീദി, ഠീക് ഹെ, ലോ രംഗ് പസന്ദ് കർ ലോ. ശരി ചേച്ചി, അത് മതി, ഇതിലിഷ്ടമുള്ള നിറം തിരഞ്ഞെടുത്തോളൂ. കുച്ച് സോച്തേ ഹുവേ ഉസ്നെ കഹ ഓർ ഗഠർ പത്നി കെ സാമനെ സർക്കാ ദിയ. എന്തോ ചിന്തിച്ചുകൊണ്ട് അവളത് പറഞ്ഞു. എന്നിട്ടാ കെട്ട് ഭാര്യയുടെ മുന്നിലേക്ക് നീക്കിവെച്ചു. പത്നീനെ 5 ഷാലേं अलग कर लीं और मेरी ओर देख रुपये देने का इशारा किया. ഭാര്യ 5 ഷാളുകൾ മാറ്റിവെച്ചു. എന്നിട്ടു പണം നൽകാനായി എന്നെ നോക്കി ആംഗ്യം കാണിച്ചു. मैंने झट 750 रुपये निकालकर दे दिए. ഞാൻ ഉടനെ തന്നെ 750 രൂപ എടുത്തു നൽകി. उसके जाने के बाद रास्ते भर पत्नी की सुई इसी बात पर अटकी रही. അവൾ പോയതിനുശേഷം യാത്രയിലുടനീളം ഭാര്യ ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓ, एक बार में ही 150 में मान गई. गलती की, थोड़ा तोल मोल और करना चाहिए था. അവൾ ഒറ്റത്തവണ പറഞ്ഞപ്പോഴേ 150 രൂപയ്ക്ക് സമ്മതിച്ചു. എനിക്ക് തെറ്റുപറ്റി, കുറച്ചുകൂടി വിലപേശേണ്ടതായിരുന്നു. और मेरी सुई अतीत में जा अटकी थी. എന്നാൽ എന്റെ ചിന്തകൾ പഴയകാലത്തിലേക്കാണ് പോയത്. बेटी को गोद में बिठा रेलगाड़ी की खिड़की से झांकता मैं सोच रहा था. മകളെ മടിയിലിരുത്തി ട്രെയിൻ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി ഞാൻ ചിന്തിക്കുകയായിരുന്നു.
मेरे पिता भी रेलगाड़ी में सामान बेच जब थके हारे घर आते तो उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. എന്റെ പിതാവും ട്രെയിനിൽ സാധനങ്ങൾ വിറ്റ് തളർന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലും അതേ നനമായിരുന്നു. ഇന്ന് ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ട അതേ നനവ്. കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കാനും മറക്കരുത്. നന്ദി.